മറ്റു വാർത്തകളിലേക്ക്. തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ജീവനക്കാരി മരിച്ച സംഭവത്തിൽ കമ്പനിക്കെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. കമ്പനിയിലെ മറ്റൊരു ജീവനക്കാരി കമ്പനി ചെയർമാൻ അയച്ച ഇമെയിൽ സന്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത്. തൊഴിൽ സമ്മർദ്ദം നിരന്തര സംഭവമെന്ന് ഇമെയിൽ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും. എബി, എന്തൊക്കെയാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ ജീവനക്കാരി കൂടുതലായി വ്യക്തമാക്കുന്നത്? ലിബീഷ്, രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു ഈ ഇവൈ കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരി ആത്മഹത്യ ചെയ്തതുമായി, കൊച്ചി സ്വദേശിയാണ് അന്ന, ആത്മഹത്യ ചെയ്തതുമായി അല്ലെങ്കിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം ഈ കമ്പനിക്ക് ഒരു കത്തയച്ചിരുന്നു. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെയാണ് തങ്ങളുടെ മകൾ ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കമ്പനിയിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി കമ്പനിയിലെ ചെയർമാനായിട്ടുള്ള രാജീവ് മെമാനി ജീവനക്കാർക്ക് അയച്ച ഒരു ഇമെയിൽ സന്ദേശമുണ്ട്. അതിൽ പറയുന്നത്, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതി ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വളരെ വേദനയോടുകൂടിയാണ് ഈ വിഷയങ്ങൾ അറിയുന്നത്. അവരുടെ മാതാവ് തനിക്ക് അയച്ച കത്തിൽ അത് തന്നെ വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഇത്തരത്തിൽ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരുന്നത്, ഇത്തരത്തിലുള്ള സംഭവം, അതായത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കമ്പനിയെ തന്നെ, അതിൽ കമ്പനിയിൽ ഇന്റേണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമിതികൾ തന്നെയുണ്ട്. ആ സമിതികളെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആഭ്യന്തര സമിതിക്ക് മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാകണം. ഇനി ഒരു അന്യ ഉണ്ടാവാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ കത്തിൽ, അതായത് ഈ ജീവനക്കാർക്ക് ഈ രാജീവ് അയച്ചിരുന്ന ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് ഈ കമ്പനിയിൽ തന്നെ ജീവനക്കാരിയായിട്ടുള്ള നസീറ കാസി ഒരു മറുപടി സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ സന്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ കമ്പനിയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. നിരവധി തവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ ആളുകൾ, അതായത് ജീവനക്കാരായിട്ടുള്ള ആളുകൾ, ഇത് ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരിഹാരം തേടി അല്ലെങ്കിൽ ആഭ്യന്തര സമിതിക്ക് മുന്നിൽ എത്തുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പരാതികൾ പറയുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇനി ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി തന്നെ മാറിയിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കമ്പനി രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ഒരു നിലയുണ്ടായി. ഒപ്പം തന്നെ തൊഴിൽ മന്ത്രി ഇതിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കമ്പനിയുടെ മേധാവികൾ തന്നെ ഈ വീട്ടിലെത്തി അന്നയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിക്ക് അവർ കൃത്യമായ രീതിയിലുള്ള അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. കാരണം ഈ 2 ദിവസം മാത്രമാണ് ഈ കമ്പനിയിൽ ജോലി ലഭിച്ചതിന് ശേഷം 2 തവണ മാത്രമാണ് അന്ന വീട്ടിൽ അവധിക്കായി വന്നിരുന്നത്. ഈ അവധിക്ക് വന്ന സമയത്ത് പോലും വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അത് ശനിയും ഞായറും കമ്പനി അവധിയാണ്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം തന്നെ കമ്പനി അവധിയാണെങ്കിൽ പോലും ഒരിക്കലും അവധിയിലേക്ക് പോകാൻ സാധിക്കാറില്ല. ആ നിലയ്ക്കുള്ള അമിതമായിട്ടുള്ള ജോലിയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഈ അമിത ജോലി ഭാരം, അത് എങ്ങനെയാണ് ജോലി തീർക്കേണ്ടതെന്ന് തങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ജോലി കൃത്യമായി തീർക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്നയും ഒരു ഘട്ടത്തിൽ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബക്കാർ അല്ലെങ്കിൽ അന്നയുടെ വീട്ടുകാർ തന്നെ പറയുന്ന ഒരു നിലയുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ എന്തായാലും ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു നിലയുണ്ട്. ഇത് പൊതുവിൽ അല്ലെങ്കിൽ പൊതുവിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു നില കൂടിയുണ്ട്. ഇത്തരത്തിലൊരു കോർപ്പറേറ്റ് സംവിധാനം, അതിൽ എങ്ങനെയാണ് ജീവനക്കാർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു നിലയുണ്ടാകുന്നത്? സമ്മർദ്ദത്തിന്
വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാവാത്ത രീതിയിൽ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ഇമെയിൽ സന്ദേശത്തിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നു. പൊതുവിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് വരുന്ന ഒരു നിലയുണ്ട്. എന്തായാലും കമ്പനി ഇതിൽ എന്താണ് ഒരു നിലപാടെടുക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒപ്പം തന്നെ മറിച്ച് അതിനപ്പുറത്തേക്ക് ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തൊഴിൽ സംസ്കാരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ എന്ത് ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു വിഷയം. എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികളുമായി രംഗത്ത് വരാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഇമെയിൽ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയാൽ കമ്പനി വളരെയധികം ഒരു സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ഒരു നില തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നസീറ കാസിം അയച്ചിരിക്കുന്ന ഈ സന്ദേശം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കമ്പനിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന കമ്പനിയുടെ നിലവിലുള്ള അവരുടെ സ്റ്റാൻഡ് അതിനെ കൃത്യമായ രീതിയിൽ വിമർശിക്കുന്ന നിലയ്ക്ക് തന്നെയുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ലിബീഷ്, എറണാകുളം കങ്ങരപ്പടി സ്വദേശി അന്നയുടെ മരണത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി. കമ്പനിയിലെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. വിവരങ്ങളാണ് എബി നൽകിയത്.